നിവിൻ പോളി ആണെങ്കിൽ നമുക്കറിയാം സത്യൻ അന്തിക്കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് സത്യൻ അന്തിക്കാടിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് അഖില് അച്ഛൻ്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ നിവിൻ അതിൽ ഹീറോ. അപ്പോൾ ഇവർ തമ്മിലൊരു ബോണ്ടിങ് അന്നേ ഉണ്ട്. അപ്പോൾ പാച്ചും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമ ശരിക്ക് അന്ന് നിവിൻ പോളിയാണ് മനസ്സിൽ കരുതിയിരുന്നത്. നിവിൻ നായകനാവേണ്ട സിനിമയായിരുന്നു. പക്ഷേ പല കാരണങ്ങളോട് നിവിൻ മാറി അവസാനമാണ് ഫഹദ് വന്നത്. അപ്പോൾ പാച്ചുവിൻ്റെ അത്ഭുത വിളക്കും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്, തരക്കേടില്ലാതെ ഓടിയൊരു സിനിമയാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ കൂടുതൽ കളക്ഷനിലേക്ക് ഈ ഒരു സിനിമ സർവമായ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ റിവ്യൂസിലൊക്കെ കണ്ടത് പാച്ചുവിനെക്കാട്ടും ബെറ്ററാണ്. അത് മാത്രമല്ല, പാച്ചു കുറച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരുപാട് മിക്സഡ് അഭിപ്രായങ്ങളുണ്ട്, കുറച്ച് ലാഗ് ഉണ്ട്, പടത്തിന് ഭയങ്കര ലെങ്ത് ആണെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു എഡിറ്റിംഗ് കൂടിയും ചെയ്ത് അത് സ്ക്രിപ്റ്റിലായാലും പിന്നീട് അതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റിലായാലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. രതിൻ എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ്, അഖിലുമുണ്ട്, 2 എഡിറ്റേഴ്സാണ് അതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ശരൺ വേലായുധനാണ്, ഇതിൻ്റെ കളറിസ്റ്റ് ലിജു പ്രഭാകർ, അദ്ദേഹം ഒരുപാട് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സമയത്തൊക്കെ അദ്ദേഹത്തൊക്കെ പ്രത്യേകം അഖില് എന്താ പറയുക, അഖില് അഭിനന്ദിച്ചിരുന്നു ഇതിൻ്റെ റിലീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയൊരു ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട്. പിന്നെ ഇതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അജു നിവിൻ ഒരുമിച്ച് വരുന്നു. അതിൽ അജുവിനെ സജസ്റ്റ് ചെയ്തത് നിവിൻ തന്നെയാണെന്നാണ് അഖില് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെടുത്ത നേരത്തെ നായികമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു ഫ്രഷ് കാസ്റ്റ് എന്ന് പറയുന്നതിൽ നിവിൻ്റെ അച്ഛനും ചേട്ടനുമായിട്ട് വരുന്നത്. ഒന്ന് രഘുനാഥ് പലേരിയാണ് അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അതുപോലെ ഒരു നെടുമുടി വേണു അല്ലെങ്കിൽ അതേപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഇന്നില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പണ്ട് സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന അച്ഛൻ വേഷം അമ്മാവൻ വേഷമൊക്കെ ചെയ്യാൻ മാത്രമുള്ള നടന്മാർ ഇന്ന് കുറവാണ്. ശരിക്കും പ്രിയദർശനായാലും സത്യൻ അന്തിക്കാടായിട്ടൊക്കെ പറയാറുണ്ട്, ഇതൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു സീൻ എഴുതുമ്പോൾ അതാര് ചെയ്യും, മനസ്സിൽ അങ്ങനത്തെ ഒരു ആൾക്കാർ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ രഘുനാഥ് പലേരി വളരെ സീനിയർ ആയിട്ടുള്ള റൈറ്ററാണ്, ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പോഴാണ് അഭിനയിച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളത്. കുറേ സിനിമകൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ്, ആ ഒരു ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു നടനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ തോന്നിയത്.